ഹായ് മെച്ചമ്മരെ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനത്തെ നല്ല അടിപൊളി ഒരു ഐറ്റത്തിൻ്റെ വീഡിയോ കൊണ്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല കേട്ടോ, ബ്രെഡ് പോളയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ ആ കോർണറിലുള്ള, അതായത് സൈഡുകളിലുള്ള ആ ഒരു ബ്രൗൺ കളറിലുള്ള എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ പാൽ കേട്ടോ, നല്ല തിളച്ച പാലാണ്. പക്ഷേ തിളച്ച പാലാണെങ്കിലും നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് ഞാൻ ഈ ബ്രെഡിൽ ഇത് നമ്മളിങ്ങനെ ഒഴിച്ച് കുതിർത്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഈ ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് അടിച്ച് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അടിച്ചെടുത്താൽ നല്ല പൊടിയായിട്ട് കിട്ടും. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും കേട്ടോ. എങ്കിലും ഞാനത് അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇപ്പോൾ പാലൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുതിർത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് പാലെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കൂടുതൽ പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ അതിനത് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ അത് കുതിർന്ന് റെഡിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് വേണ്ടത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒരു കുഞ്ഞു പാത്രമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ എടുക്കുന്നത് 4 മുട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ 4 മുട്ടയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ മുട്ട നല്ലതുപോലെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പൊട്ടിച്ച് കിട്ടും. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് മധുരം ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 4 സ്പൂൺ മധുരം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു 4 ഏലക്ക ചെറുതായിട്ട് ഒന്ന് എന്താ പറയുക പൊട്ടിച്ച് ഏലക്ക കൂടെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്ക കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അടിപൊളിയായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി പെട്ടെന്ന് റെഡിയാകും കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ. അതായത് നമുക്കെന്താ പറയുക, ബ്രെഡും അതുപോലെ തന്നെ മുട്ടയും മാത്രം അത് വെച്ചിട്ടുള്ള പെട്ടെന്നുള്ളൊരു പരിപാടിയാണ്. പക്ഷേ എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. നല്ല എന്താ പറയുക, ഈ നാവിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്നത് പോലെയാണ് കേട്ടോ. അത്രയ്ക്ക് സോഫ്റ്റാണ്. അങ്ങനെ നമ്മുടെ ബ്രെഡിലേക്ക് നമ്മളിനി അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഞാനിങ്ങനെ കലക്കുന്ന സമയത്ത് കുറച്ച് കട്ട പോലെ തോന്നിക്കും. പക്ഷേ അത് കുഴപ്പമില്ല കേട്ടോ. അത് പെട്ടെന്ന് അതങ്ങ് നല്ലതുപോലെ അലിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. അത് നമ്മൾ പക്ഷേ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കട്ടയോ വേറെ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ നല്ലതുപോലെ ബ്രെഡ് കോന്നിരിക്കുന്നതിൻ്റെ ഇതാണ് കേട്ടോ അതങ്ങനെ. അപ്പോൾ മാക്സിമം നല്ലതുപോലെ നമ്മളൊന്നുകൂടെ നല്ലതുപോലെ ഒന്ന് സെറ്റാക്കാൻ കേട്ടോ. നല്ലതുപോലെ ഒന്ന് കലക്കി ക്ലിയർ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അത് ഏകദേശം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അടുപ്പൊക്കെ സെറ്റ് ചെയ്യുക. അടുപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം നല്ലതുപോലെ കഴുകി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യ് നമുക്ക് പുരട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പാത്രത്തിൻ്റെ അകത്തെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സെറ്റാക്കണം. അതിനുശേഷം നമ്മൾ ബ്രെഡും മുട്ടയും കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന ആ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ കാണാനും അതുപോലെ തന്നെ എന്താ പറയുക, നല്ല മഞ്ഞ് കട്ട പോലെ ഇരിക്കും കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേണം നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാൻ. അത് ഏകദേശം ഒരു 15 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വേവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ സൈഡെല്ലാം നല്ലതുപോലെ ഇങ്ങനെ ഒരു എന്താ പറയുക, ആ നെയ്യുടെ ഒരു തിളച്ച് വരുന്ന ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അടിപൊളിയാണ്. എന്തായാലും ഞാനത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഞാനൊരു 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ഒരുമാതിരി എന്താ പറയുക, കുഞ്ഞ് ബ്രൗൺ കളറായിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പപ്പടം കുത്തിയാണ് കേട്ടോ. പപ്പടം കുത്തിയോ ഈർക്കിലോ എന്തെങ്കിലും വെച്ചൊന്നും ഇങ്ങനെ കുത്തി നോക്കുക. അപ്പോൾ നമ്മൾ കുത്തുന്ന ഇതിൽ മാവോ അതായത് ഈ ബ്രെഡിൻ്റെ അംശമൊന്നും ഇല്ല എങ്കിൽ നല്ലൊരു ബന്ധമെന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഞാനത് അതിൽ നിന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ നെയ്യുടെ ആ ഒരു മണവും അതുപോലെ തന്നെ ബ്രെഡിൻ്റെയും എല്ലാം കൊണ്ടിട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ. അടിപൊളിയാണ്. ഞാൻ എന്തായാലും ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി കട്ട് ചെയ്താണ് നമ്മുടെ മെയിൻ പരിപാടി. എൻ്റെ ചുറ്റിനും കുഞ്ഞുമക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ കുഞ്ഞുമക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ചുറ്റിനും കുഞ്ഞുമക്കളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കറക്റ്റായിട്ട് വീണ്ടും ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കട്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കട്ട് ചെയ്ത ഒരു പീസ് അടിപൊളിയായിരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനേ ഉള്ളൂ കേട്ടോ. അടിപൊളി. അപ്പോൾ അത് ഞാനതൊന്ന് കയ്യിലെടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാനൊന്ന് പൊട്ടിക്കുന്ന സമയം നോക്കണം. അപ്പോൾ കഴിച്ച് പതുക്കെ നമ്മളിങ്ങനെ ആക്കുന്നേ ഉള്ളൂ. അത് നല്ല രസം കേട്ടോ. നല്ലതുപോലെ നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വശം വരെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത് ഞാൻ അടിപൊളിയായിട്ട് കേട്ടോ നല്ലൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട കൂട്ടുകാരെ. ഓക്കെ, ബൈ.